അസീമുള്ള ഖാൻ 1857 വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരകൻ അസീമുള്ള ഖാൻ. ഇന്ത്യയിൽ ദേശീയ സാക്ഷരതാ മിഷന് തുടക്കം കുറിച്ച വർഷം 1988. ഇന്ത്യയിൽ ദേശീയ സാക്ഷരതാ മിഷന് തുടക്കം കുറിച്ച വർഷം 1988. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം B7. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം B7. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. ബോൾഗാട്ടി പാലസ് ഡച്ചുകാർ. ഗോളര സന്ധി എവിടെയാണ്? തോളെല്ല് ഇടുപ്പെല്ലിലെ സന്ധിയാണ് ഗോളര സന്ധി. തോളെല്ല് ഇടുപ്പെല്ല്. കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ ആരംഭിച്ചത് വിയ്യൂരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ ആരംഭിച്ചത് വിയ്യൂർ. 2023 ഖേലോ ഇന്ത്യ ഗെയിംസ് വേദി ഛത്തീസ്ഗഡ്. 2023 ഖേലോ ഇന്ത്യ ഗെയിംസ് വേദി ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യത്തെ മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലവിൽ വന്നത് എവിടെയാണ്? ഗാസിയാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഹണി പ്രോസസ്സിംഗ് വാൻ നിലവിൽ വന്നത് ഗാസിയാബാദ്. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷായാണ്. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ. ഇൻസ്റ്റഗ്രാമിൽ 30.1 കോടി ഫോളോവേഴ്സ് ലഭിക്കുന്ന ആദ്യ വനിത കെയ്ലി ജെന്നറാണ്. ഇൻസ്റ്റഗ്രാമിൽ 30.1 കോടി ഫോളോവേഴ്സ് ലഭിക്കുന്ന ആദ്യ വനിത കെയ്ലി ജെന്നർ. സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട്. അശ്വമേധം കുഷ്ഠരോഗം ബാധിച്ചവർക്കുള്ള രോഗനിർണയ പദ്ധതി അശ്വമേധം. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയത്തിന് ചികിത്സയ്ക്കുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. കാതോരം കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കാതോരം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു. കേരളത്തിൽ നിലവിൽ വന്ന രണ്ടാമത്തെ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിൽ നിലവിൽ വന്ന രണ്ടാമത്തെ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KK ഉഷയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KK ഉഷ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത PT ഉഷ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മ. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വനിത KM ബീനാമോൾ. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വനിത KM ബീനാമോൾ. US നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെടുന്ന ആദ്യ അമേരിക്കൻ ആഫ്രിക്കൻ വംശജയാരാണ്? മായ ആഞ്ചലോയാണ്. US നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെടുന്ന ആദ്യ അമേരിക്കൻ ആഫ്രിക്കൻ വംശജയാണ് മായ ആഞ്ചലോ. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയിയാണ്. കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാനാണ് E ശ്രീധരൻ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാദമി വന്നത് ലക്നൗ. ഇന്ത്യയുടെ 8ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് 2022 ഓഗസ്റ്റ് 15-ന് 76ാമത് സ്വാതന്ത്ര്യദിനം. 25-ല് 79ാം സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനമാണ് 2025 ഓഗസ്റ്റ് 15-ന്. എത്രാമത്തെയാണ്? 79ാമത് സ്വാതന്ത്ര്യദിനമാണ്. 79ാമത് സ്വാതന്ത്ര്യദിനമാണ്. ബംഗാളിൽ നടന്ന തേഭാഗ പ്രക്ഷോഭത്തിൻ്റെ നേതാവാണ് ഭവാനി സെൻ. ബംഗാളിൽ നടന്ന തേഭാഗ പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ഭവാനി സെൻ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ബംഗാൾ. ദേശീയ ഗാനം 1950 ജനുവരി 24. ദേശീയ മുദ്ര 1950 ജനുവരി 26. ഇനി ദേശീയ പതാകയാണെങ്കിലോ 1947 ജൂലൈ 22. ദേശീയ കലണ്ടർ 1957 മാർച്ച് 22. 1957 മാർച്ച് 22. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാടാണ്. പാലക്കാട്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കൂത്തുങ്കലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കലാണ്. കേരള തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശി രാമകൃഷ്ണപിള്ളയാണ്. കേരളം എന്ന തൂലികാനാമം സ്വദേശി രാമകൃഷ്ണപിള്ള. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന മങ്കട കൃഷ്ണവർമ്മയാണ്. മലബാർ ഗോഖലെ മങ്കട കൃഷ്ണവർമ്മ. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്.
ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിന് തേജസ് എക്സ്പ്രസ് ആണ്. ദേശീയഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം 1911 ഡിസംബർ 27-നാണ്. ദേശീയഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ കൊൽക്കത്ത സമ്മേളനം എന്നാണ് നടന്നത് 1911 ഡിസംബർ 27. ലോകത്ത് ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. ലോകത്ത് ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിനാണ് മേധ എക്സ്പ്രസ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ എക്സ്പ്രസ്. സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് പങ്കെടുത്ത മലയാളി കവയിത്രിയാണ് സുഗതകുമാരി. സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് പങ്കെടുത്ത മലയാളി കവയിത്രി സുഗതകുമാരി. ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷിപ്പാതാളം. ചിത്രകൂടൻ പക്ഷി കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. മലബാർ വന്യജീവി സങ്കേതം എവിടെയാണ്? കോഴിക്കോടാണ്. മലബാർ വന്യജീവി സങ്കേതം എവിടെയാണ്? കോഴിക്കോട്. ലോകത്തെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിനാണ് സൈക്കോവിഡി. ലോകത്തെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിനാണ് സൈക്കോവിഡി. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ്? ES രാഘവനാചാരിയാണ്. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ES രാഘവനാചാരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത P. ഹരനാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത P. ഹരൻ. ആദ്യ ചീഫ് സെക്രട്ടറി ES രാഘവനാചാരി. ഹരിത വിപ്ലവ കാലത്തെ ഇന്ത്യയുടെ കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യമാണ് ഹരിത വിപ്ലവ കാലത്തെ ഇന്ത്യയുടെ കാർഷിക മന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റാണ് IRNSS IA. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റാണ് IRNS-1A. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന മഴയാണ് കാൽബൈശാഖി. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന മഴ കാൽബൈശാഖി. ശ്രീനാരായണ ഗുരു തന്റെ മാതാവിന് സമർപ്പിച്ച കൃതിയാണ് പിണ്ടനദി എന്ന കൃതി. ശ്രീനാരായണ ഗുരു തന്റെ മാതാവിന് സമർപ്പിച്ച കൃതിയാണ് പിണ്ടനദി. പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളി. പാവങ്ങളുടെ പടയാളി അയ്യങ്കാളി. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെക്കുറിച്ച് പരാമർശിക്കുന്ന മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെക്കുറിച്ച് പരാമർശിക്കുന്ന മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. തളി സത്യാഗ്രഹം നേതൃത്വം നൽകിയത് P. കൃഷ്ണപിള്ളയാണ്. തളി സത്യാഗ്രഹം നേതൃത്വം നൽകിയത് P. കൃഷ്ണപിള്ള. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരി. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരി. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് 1927 മദ്രാസ് സമ്മേളനം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് 1927 മദ്രാസ് സമ്മേളനം. ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് B.R. അംബേദ്കർ. ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് B.R. അംബേദ്കർ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഗലീന ഈയത്തിന്റെ അയിരാണ്. ഈയത്തിന്റെ അയിരെന്താണ്? ഗലീന. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹമാണ് സോഡിയം. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം സോഡിയം. 23-ാം മന്ത്രിസഭയിൽ പ്രവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ. രൂപ അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. രൂപ അംഗീകരിച്ചത് 2010 ജൂലൈ 15-ന്. ഛത്രപതി സംഭാജി മഹാരാജ് എയർപോർട്ട് ഔറംഗാബാദിലാണ്. ഛത്രപതി സംഭാജി മഹാരാജ് എയർപോർട്ട് ഔറംഗാബാദിലാണ്. കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. എടക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസെറ്റ് ആണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത്. 1988 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടന്നത് 1988. 36ാമത് ദേശീയ ഗെയിംസ് വേദി ഗോവ. 35ാമത് ദേശീയ ഗെയിംസ് വേദി കേരളം. 36ാമത് ദേശീയ ഗെയിംസ് വേദി ഗോവ. 35ാമത് ദേശീയ ഗെയിംസ് വേദി കേരളം. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം റൂർക്കേല.